ഷാമേ, ഇന്നലെ മുകേഷിനെ അറസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ജാമ്യത്തിൽ വിട്ടയച്ചു. ചോദ്യം ചെയ്യാൻ വന്നത് അറസ്റ്റാണ്. അതങ്ങനെ മുകേഷിനെ 3 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്നിട്ട് ശേഷം മുകേഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. സിദ്ദിഖ് പെട്ടു, മുകേഷ് പെട്ടില്ല. ജയസൂര്യയും പെട്ടില്ല. ഇവർക്കൊക്കെ എതിരെ വന്നിരിക്കുന്നത് ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നിങ്ങനെ തരത്തിലുള്ളതാണ്. പക്ഷെ സിദ്ദിഖിന് എതിരെ വന്നിരിക്കുന്നത് ബലാത്സംഗമാണ്, റേപ്പാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ മുകേഷ് ഇപ്പൊ CPM വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞു എന്നല്ല, CPM ഒരു എന്താണ്, ഒരു വ്രണമായി മാറിക്കഴിഞ്ഞു CPM-നകത്ത് മുകേഷ്. മുകേഷിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഈ മുകേഷിന്റെ കേസിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യം ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, ആ സ്ത്രീക്കെതിരെയും കേസ് വന്നിട്ടുണ്ട്, പോക്സോ കേസ്. ആ സ്ത്രീ അവർക്കെതിരെ വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ കേസിന്റെ ഒരു ഗതി? അവര് പറയുന്നത് സത്യമാണ്, ആ സ്ത്രീ പറഞ്ഞ സത്യമാണ്. മുകേഷ് അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഒരാൾ ഞാൻ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞു, ഒരാൾ ഒരു തവണ ഒരു കള്ളം പറയും, പക്ഷെ പിന്നീട് അത് ആ കള്ളം നിൽക്കത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ആ സ്ത്രീ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ ഹിസ്റ്ററിയോ ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു മോശ സ്ത്രീ ആണെങ്കിൽ കയറി പിടിക്കാനുള്ള ലൈസൻസ്. ഇപ്പൊ അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വെക്കുക, സോ വാട്ട്, അങ്ങനെയാണെങ്കിൽ നീ കയറി പിടിച്ചു നീതീകരണം. അതല്ലേ നമ്മൾ ചോദിച്ചേ. നമ്മൾ പറയുന്നത്, നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ എപ്പോഴും പറയുന്ന, ഇപ്പോ സുജിത് ദാസിനെതിരെ വന്ന കേസ്, സുജിത് ദാസിനെതിരെ പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞ അവര് മോശമായിക്കോട്ടെ, അതൊരു ലൈസൻസ് ആണോ? അതെ. ഒരു സ്ത്രീ പിങ്ക് സിനിമ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്നത്, പിങ്ക് സിനിമ എന്താണ് പറയുന്നത്? പിങ്ക് സിനിമ ഇത് തന്നെയാണ് പറയുന്നത്. ഒരു സ്ത്രീ മോശമാണ് എന്നുള്ളത് കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. ഒരു സ്ത്രീ മോശമായിക്കോട്ടെ, അവര് നോ മീൻസ് നോ, നോ മീൻസ് നോ, അത്രേ ഉള്ളൂ. അതൊരു കയറി പിടിക്കാനുള്ള നമുക്ക് തരുന്ന ഒരു ലൈസൻസ് അല്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും കൺസെന്റ് ഇല്ലാതെ ഒരു ഇത് എന്താ പറയാ, അംഗീകരിക്കാൻ പോലും പാടില്ല. അത് നമുക്ക് ഇപ്പം പിന്നെ മുകേഷിനെതിരെ വന്നിരിക്കുന്ന ആ സ്ത്രീക്കെതിരെ ഒരുപാട് ആരോപണം വരുന്നുണ്ട്. അവരൊരു പെൺകുട്ടിയെ, അതും സ്വന്തം ബന്ധുവിനെ ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു കാഴ്ച വെച്ചു എന്നാണ്. 5 പേർക്ക്, ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നാണ്. പക്ഷെ അവരങ്ങനെ ചെയ്തു എന്നുള്ളത് അവരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. അവരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും. പക്ഷെ അവര് ആ കുട്ടി പറഞ്ഞു വെച്ചിട്ട്, അതായത് ഞാൻ ഇപ്പോഴും ആ കുട്ടിയിലേക്ക് പോവാണ്. ആ കുട്ടി പറഞ്ഞത് വെറുതെ ഒരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു ബന്ധുവിനെതിരെ സംഭവം ഉണ്ടായിരിക്കും, പക്ഷെ ഇപ്പോ അത് പ്രേരണയാണ്. ആരുടെയോ പ്രേരണ കൊണ്ടാണ് ഇപ്പൊ ആ കുട്ടി കേസ് കൊടുത്തത്. അത് ആരുടെയോ പ്രേരണയാണ്. പക്ഷേ ഇവരത് പറയുന്നുണ്ട്, ഞാൻ മുകേഷിനെതിരെ പറഞ്ഞപ്പോൾ മുകേഷ് ഒരു പ്രബലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കെതിരെ പല ഫ്രെയിം വർക്കുകളും ഇവരുണ്ടാക്കിയെടുക്കും എന്നെ ക്രൂശിക്കാനായിട്ട് എന്നാ യുവതി പറയുന്നുണ്ട്. പക്ഷെ ആ യുവതിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, അവരങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവര് ഒരു ചാനലിലെ ചർച്ചയിൽ എന്റെ ഫേസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആങ്കറെ തെറി പറഞ്ഞിട്ട് ഇറങ്ങി, തെറിയല്ല ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയ സ്ത്രീയാണ്. കാര്യം അവർക്ക് പബ്ലിസിറ്റിയാണ് വേണ്ടത്, അവർക്ക് പബ്ലിസിറ്റിയാണ്. പക്ഷെ മുകേഷ് അങ്ങനെ ചെയ്തില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു കള്ളം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല. മുകേഷിനെതിരെ അവരെ മാത്രമല്ല വേറെ പല ആരോപണങ്ങൾ ഇഷ്ടം പോലെ. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് സമയത്തെ മുകേഷ് മുറിയിൽ തട്ടുന്നതായിരുന്നു, വിളിക്കുമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് അമ്മയെ കയറി പിടിക്കാൻ ആട്ടി ഇറക്കി, ഒരുപാട് ആരോപണങ്ങൾ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിൽ പോകവേ, ഇദ്ദേഹം ട്രെയിനിൽ ഉണ്ടായിരുന്നു ജനശതാബ്ദിയിൽ, തൃശ്ശൂർ പോകേണ്ട കുട്ടിയെ പുള്ളി എറണാകുളത്ത് ഇറക്കി. പുള്ളി സംസാരിച്ച്, അതായത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജേർണലിസ്റ്റ് ആ ട്രെയിനിൽ ഇരിക്കുക, അയാൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ആകാംക്ഷ, ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ. നടനൊക്കെ അല്ലേ, ട്രെയിനിലൊക്കെ പോകും. ജനശതാബ്ദിയിൽ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും, AC. അപ്പോ പിന്നെ തൃശ്ശൂർ ഇറങ്ങേണ്ട ആളെ ഇദ്ദേഹം എറണാകുളത്ത് ഇറക്കി എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞ കഥയാണ്. ഞാനപ്പോ അത് ആലോചിച്ചു, ഒരു പരിചയമില്ലാത്ത ഒരാളെ ട്രെയിനിൽ വെച്ച് സംസാരിക്കുന്നത്, പുള്ളി മുഖത്ത് നോക്കിയിട്ട് മുഖത്ത് പോലും നോക്കുന്നില്ല. പുള്ളി ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ ഫ്രണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. കാര്യം പുള്ളിക്കൊന്ന് പരിചയപ്പെടണോ, ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സെൽഫി എടുക്കണം, അതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ
പുള്ളി മൈൻഡ് പോലും ചെയ്യുന്നില്ല മുകേഷ്. മുകേഷ്. അപ്പൊ മുകേഷ് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. മുകേഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു നിഷേധാത്മക സ്വഭാവം എല്ലാവരോടും. അല്ലെങ്കിൽ മുകേഷിനെക്കാട്ടിലും പോകുന്ന ഒരുത്തൻ വരണം, അല്ലെങ്കിൽ മുകേഷിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ഒരാൾ വരണം. അവരുമൊക്കെ ആയിട്ടാ മുകേഷ് സംസാരിക്കുകയുള്ളൂ. മുകേഷ് ഒന്നിനും വയ്യ, സത്യം പറഞ്ഞു അയാൾക്ക് ഒന്നിനും വയ്യ. അത് തന്നെ. പക്ഷെ കൊല്ലക്കാർ ജയിപ്പിച്ച് എടുത്ത് എന്തിനാണെന്ന്, ഞാൻ ഒരു കൊല്ലക്കാരനാണ്, കൊല്ലം ജില്ലക്കാരനാണ്. ഞാൻ എൻ്റെ നാട്ടുകാരെ കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര നിഷ്കളങ്കരാണ് അവർ. അവരെ പറ്റിക്കുക ഇയാളെ കൊണ്ട് പറ്റുന്നു. ഇയാളും കൊല്ലംകാരനാണല്ലോ, ഇയാൾ നിഷ്കളങ്കനാണോ? അല്ല, അവരെ പറ്റിക്കാൻ പറ്റുന്നു. ഭയങ്കര നിഷ്കളങ്കരാണ് നമ്മള് കൊല്ലക്കാർക്ക് ഒരു പ്രത്യേകത ഇതാണ്. കൊല്ലംകാരുടെ സ്വഭാവം തന്നെ അറിഞ്ഞൂടാ. പുള്ളി എന്റെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, ചിന്നക്കട എത്ര മണിക്ക്. അതെ, അതുപോലെ ഈ ഇനി ജയിക്കുമോ മുകേഷ് കൊല്ലത്തുനിന്ന്? ഇല്ല, ഇനി സീറ്റ് കിട്ടില്ല, സീറ്റ് കൊടുക്കത്തില്ല, പാർട്ടി കൊടുക്കില്ല. രണ്ട് ടേമാണ് ഇനി കൊടുക്കത്തില്ല. പദവികൾ പാർട്ടിയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കുമല്ലോ. ഇല്ല, കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. പാർട്ടി ഒന്നും കൊടുക്കില്ല. പാർട്ടി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലഗോപാൽ എന്ന് പറയുന്ന ആള് കൊല്ലക്കാരനാണ്, ധനമന്ത്രിയാണ്. ആ മനുഷ്യന്റെ വെച്ച് ഒന്ന് നോക്കിയാൽ മതി, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത് അത്ര ചെറ്റായിരിക്കണം. ഒരു പാർട്ടിക്കാരനെ ബാലഗോപാൽ സാഹിബിന് ഇഷ്ടമല്ല എന്ന് എത്തണമെങ്കിൽ അത്ര മോശമായിരിക്കണം. ബാലഗോപാൽ സാഹിബിന് പുള്ളിക്ക് ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി പാർട്ടിയുടെ ലൈൻ വിട്ടെങ്ങും പോകത്തില്ല. ബാലഗോപാൽ സാഹിബ് പാർട്ടിയുടെ ലൈൻ വിട്ടെങ്ങും പോകത്തില്ല. പുള്ളിക്ക് താല്പര്യമില്ല. മേഴ്സിക്കുട്ടിയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് അടുപ്പിക്കത്തില്ല. കാര്യം അവരൊക്കെ ജെനുവിനാണ്. ബാലഗോപാൽ സാഹ് ആണെങ്കിലും മേഴ്സിക്കുട്ടി സാഹ് ആണെങ്കിലും ജെനുവിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവരോട് അടുത്തിടപെട്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇവരോടൊക്കെ അടുത്തിടപെട്ടെ, എനിക്ക് നന്നായിട്ട് അറിയാം ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും. നമുക്ക് മൈക്ക് വെക്കുമ്പോൾ മുകേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ മുഖത്ത് ഉണ്ടാവുന്ന എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മതി. മേഴ്സിക്കുട്ടി സാറിനോട് മുകേഷിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതികരിക്കത്തില്ല. ഇപ്പൊ പി കെ ശ്രീമതി ഇപ്പൊ പറഞ്ഞത് അത് ആ കുട്ടിക്കും അല്ല ആ സ്ത്രീക്കും മുകേഷിനും മാത്രം അറിയാവുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞത്. പി കെ ശ്രീമതി നമ്മുടെ തീവ്രത നമ്മുടെ ബാലന്റെ കൂടെ അത് പി കെ ശശിയുടെ കേസിൽ. അതെ, അതൊക്കെ ഒന്നും ജെനുവിനായിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമ്മൾ ഈ കൊല്ലക്കാരെന്നുള്ള നിലയ്ക്ക് എന്താ പറയാ, നമുക്ക് മനസ്സിലാവുന്നവരാണ്. ഇവര് കറക്റ്റ് കൊല്ലക്കാരാണ്. പക്ഷെ മുകേഷ് ഇവരെ പറ്റിക്കുന്ന ആളാണ്. മുകേഷ് അതായത് ഈ കൊല്ലക്കാരന്റെ നിഷ്കളങ്കതയെ പറ്റിക്കുന്ന ആളാണ് മുകേഷ്. കൊല്ലംകാരെ പറ്റിക്കുന്ന മുകേഷ്. അതുകൊണ്ടാണ് പിടിച്ചിട്ടില്ലേ, എവിടെ കടപ്പുറത്ത് പിടിച്ചിട്ട് ഓർമ്മയുണ്ടോ? ജോനോപ്പുറം വാടിയിലും അല്ല, ജോനോപ്പുറത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു, നീ പോണ്ടെന്ന് പറഞ്ഞു. അത് കൊല്ലക്കാരുടെ സ്വഭാവമാണ്. അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതെന്തോ വിഷയം, ഓക്കിയുടെ സമയത്ത് ചെന്നില്ല. ഓക്കി അടിച്ച് പാതിരാത്രി ആയിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇങ്ങനെ തയ്യാറായില്ല. അവസാനം ചാനലുകൾ മൊത്തം കൊല്ലത്ത് MLA കാണാനില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തപ്പോൾ ഇങ്ങനെ ചെന്നപ്പം അവിടെ പിടിച്ചങ്ങ്. അയ്യോ, ഓക്കി സമയത്ത് ഞാൻ ഇവിടെ റിപ്പോർട്ടറായിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ട വഴി ഓടിയല്ലോ ഇവിടെ നിന്ന്. ജനങ്ങളും അടുക്കാൻ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായി. ഈ ന്യൂസ് 18 ചാനല് മേഴ്സിക്കുട്ടി അമ്മ അവർക്ക് കടലിൽ പോകാനായിട്ട് മണ്ണെണ്ണ എത്തിച്ചു കൊടുത്തു എന്നൊരു വാർത്ത അവർ വിട്ടു. അതിനുശേഷം ന്യൂസ് 18 അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല, സമ്മതിക്കത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മേഴ്സിക്കുട്ടിയമ്മ സഖാവിനെ മനസ്സിലാവത്തുണ്ട്. ഭയങ്കര നിഷ്കളങ്കയാണ്. ഭയങ്കര നിഷ്കളങ്ക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരുപാട് വാർത്ത അവർക്കെതിരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, സാധാരണ നമ്മൾ എതിരായിട്ട് ഒരാൾ വാർത്ത ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് എന്താ പറയാ, നമ്മളെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. എങ്ങനെ? അറിയാവുന്ന ആളാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് എന്ന് ചോദിക്കും. ഇത് അങ്ങനൊന്നുമില്ല. നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞെടുത്ത്, നീ ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്തു. കൊല്ലംകാരന്റെ സ്വഭാവം. നിന്നെ കൊണ്ട് പറ്റുന്ന നീ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇടപെട്ട വിഷയം എന്ന് വെച്ചാൽ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയമാണ്. അതായത് കാഷ്യൂ കോർപ്പറേഷന്റെ ഫാക്ടറി മൊത്തം അടഞ്ഞു കിടക്കുകയാണ്. തൊഴിലാളിക്ക് ജോലിയില്ല. അപ്പോ അതായത് സഖാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സഖാവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ തൊഴിലാളികളുടെ വിഷയം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മുകേഷിനെ പോലല്ല മേഴ്സിക്കുട്ടിയമ്മ. നമുക്ക് ഒരിക്കലും എപ്പോഴോ ധനുഷ് ഞാനോട് സംസാരിച്ചപ്പോ പിന്നെ മുകേഷ് മേഴ്സിക്കുട്ടിയമ്മ എന്ന് ധനുഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഴ്സിക്കുട്ടിയമ്മ ആ കൂട്ടത്തിൽ കൂട്ടരുതെന്ന് പറഞ്ഞു.
എന്റെ അടുത്ത് എന്താ പറയാ, മുകേഷിന് ഓസിന് കിട്ടിയ സീറ്റ് അല്ലേ? ഓസിന് കിട്ടിയ സീറ്റ് മുകേഷ് മെമ്പർ പോലും അല്ലെന്നാണ്, പാർട്ടി മെമ്പർ ഓം മാധവൻ എന്ന് പറയുന്ന ആളുടെ മകൻ എന്നുള്ള നിലയ്ക്ക് സിനിമ നടനായതുകൊണ്ടുമല്ല, മാത്രമല്ല പിണറായിക്ക് വലിയ താല്പര്യം. പിണറായിക്ക് അവിടെ ഒരു സീറ്റ് പുള്ളിക്ക് കൊടുക്കണമെന്നാണ്. അവിടെ ഒരുപാട് 4 പേരാണ് നിന്നത്, 4 പേര് മത്സരിക്കാൻ നിന്നു. 6 കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചു കൊടുത്തത് പി കെ ഗുരുദാസന്റെ കയ്യിൽ. പി കെ ഗുരുദാസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ച് ഇതുപോലെ ഒരാളുടെ കൊടുത്തു. ഏറ്റവും ഭയങ്കര മോശമല്ലേ പി കെ ഗുരുദാസൻ എന്ന് പറഞ്ഞാൽ? എന്താ പാർട്ടിയുടെ വേറെ ലെവല്, വേറെ, അതായത് ഒരു സാധാരണ തൊഴിലാളിയെ കണ്ടു കഴിഞ്ഞാൽ പേരെടുത്ത് വിളിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ. കൊല്ലത്ത് ഇറങ്ങി നിന്നിട്ട് അത് തന്നെ, കൊല്ലത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, കൊല്ലത്ത് ചിന്നക്കട ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ഓട്ടോ തൊഴിലാളിയെ കണ്ടാൽ പി കെ ഗുരുദാസൻ പേരെടുത്ത് വിളിക്കും, പേരെടുത്ത് പറയും. അതായത് എടേ എന്ന് വിളിക്കത്തില്ല, പേരെടുത്ത് പറയും. അത്ര പരിചയമുള്ള ആള്. അങ്ങനെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് സീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരാളെ കൊടുത്തു. ഇതനുഭവിക്കണം, ഇതനുഭവിക്കേണ്ട സാധനം തന്നെയാണ്. ഈ പാർട്ടിയെ തൊലയ്ക്കാവുന്നതിന്റെ അങ്ങേയറ്റം. ഇനി മുകേഷ് ഇപ്പൊ ജാമ്യത്തിൽ വിട്ടു, എന്താ നെക്സ്റ്റ് പ്രൊസീജിയർ? അല്ല, പിന്നെ ഇത് കേസ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ സ്ത്രീയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവര് കാശ് കിട്ടി അവർ മറിയുമെന്ന് സംശയമുണ്ട്. അവര് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 25,000 രൂപ ചോദിച്ചു തന്നില്ല, പച്ചയ്ക്ക് പറയുക. അത് തന്നെ, കാശ് കിട്ടി അവര് ചിലപ്പോൾ 5-6 ലക്ഷം രൂപ ഈ കേസ് മൊത്തം ഒരു പിൻവലിക്കും, മൊത്തം പിൻവലിക്കും. ഇതിപ്പോ ഈ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ കാശ് കൊടുക്കാൻ നിൽക്കാത്തത്. ഒരു കൊല്ലം കഴിഞ്ഞ് നോക്ക് കാശ് കൊടുക്കും. പക്ഷെ സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങനല്ല, അത് സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്. സുപ്രീം കോടതി പോയിട്ട് തടസ്സ ഹർജി പറഞ്ഞു. അതായത് ജാമ്യ ഹർജി എത്തുന്നതിന് മുമ്പേ തടസ്സ ഹർജി പോയി. നടിയെ ആക്രമിച്ച കേസിലെ നടിയേക്കാൾ സ്ട്രോങ് ആണ്, അത്ര സ്ട്രോങ് ആണ് സിദ്ദിഖിന്റെ കേസിൽ. എന്തായാലും നോക്കാം. ഓക്കെ.